അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതേ നമ്മൾ ബീഫൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രഷ് വേപ്പിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് കുറേ വേപ്പിലിട്ടോട്ടെ ഞാൻ കുറേ വേപ്പിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 കിലോ ബീഫാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്, വിറകടുപ്പിലാണ് വെക്കുന്നത്. എപ്പോഴും നമ്മൾ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. നമുക്ക് വിറകടുപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. പിന്നെ വിറകും വേണം കേട്ടോ. അപ്പോൾ വിറകും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത മിക്സിങ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സോൾട്ടും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് തിരുമ്മിക്കൂട്ടും. അപ്പോൾ ഞാൻ കുറച്ച് സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വിറകടുപ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഇറച്ചി വയ്ക്കുന്നത്? നമ്മളിങ്ങനെയാണ് ഇറച്ചി വയ്ക്കുന്നത്. നമ്മൾക്ക് പല സ്റ്റൈലിലും ഇറച്ചി വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മെജോറിറ്റി ടൈം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അധികം മസാലകളൊന്നും ഞാൻ ഇടില്ല. ഇത് അടുപ്പത്ത് വെച്ച് ഏകദേശം പകുതിയോളം വേഗം ആയി കഴിയുമ്പോഴാണ് ഞാൻ അടുത്ത മസാലക്കൂട്ട് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ച ഗരം മസാല ആയിരിക്കും. അപ്പോൾ ആ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി നന്നായിട്ട് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ജസ്റ്റ് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഇടാണ്ട് ചൂടാക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി അതൊന്ന് വറുത്തിട്ടാണ് ആ പൊടി ഞാൻ ഈ വെന്തുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് ഇടുന്നുണ്ട്. ബീഫിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ നമ്മൾ അടുപ്പ് നന്നായിട്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ പിന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചട്ടി കൊണ്ടുപോയി വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ആദ്യം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടാവണം. അപ്പോൾ തീയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ ഇങ്ങനെ പതുക്കെ കുറഞ്ഞപ്പോൾ ഞാനതൊന്ന് പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇനി തീ നന്നായിട്ട് കത്തിയിട്ട് വേണം. തീ നന്നായി തിളച്ച് കിടക്കുന്ന ബീഫ് കണ്ടോ ഗൈസ്. അപ്പോൾ ആ ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കിയിടാം കേട്ടോ. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ബീഫിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ശരിക്കും ഞങ്ങൾ ചെറുതായിരുന്നപ്പോഴേക്കും നമ്മൾ ഈ പുട്ടും ഇങ്ങനെ ബീഫ് ഇങ്ങനെ നല്ല വെന്ത് ഇതുപോലെ വരുന്നൊരു സമയമുണ്ടല്ലോ, ആ വെന്ത് വരുമ്പോൾ ഈ ചാറും ഈ ബീഫും കൂടി കൂട്ടി പുട്ട് കഴിക്കണം. നല്ല സൂപ്പറാട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡിയാക്കാൻ കേട്ടോ. നമ്മൾ ബീഫിനുള്ളത് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആദ്യം ഒന്ന് അങ്ങനെ പതുക്കെ വറുത്ത് വരുമ്പോൾ അത് ഏകദേശം ഒരു 50% ഒക്കെ ആകുമ്പോഴേക്കുമാണ് ഞാൻ ഗരം മസാലയൊക്കെ ഇടുന്നത്. ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി ഒരു പച്ചമണമൊക്കെ മാറി വേറൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് നമ്മളത് ഓഫ് ചെയ്തിട്ട് ബീഫിലേക്ക് മിക്സ് ചെയ്യും. കുറച്ച് നേരം നമ്മൾ കൈ വിടാണ്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. നമുക്ക് കുറച്ചൊന്ന് മടുപ്പ് തോന്നും, പക്ഷെ നമ്മൾ കൈ വിടാണ്ട് അത് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അതിൻ്റെ പാകം മാറിപ്പോവും. അതിങ്ങനെ കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ പാകം മാറിപ്പോയി കഴിഞ്ഞാൽ ഒരു സൈഡ് ഇത്തിരി കരിഞ്ഞാൽ പോലും നമുക്കത് ആ കറീനെ നന്നായിട്ടത് ഭാഗം. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നേരത്തെ ഇട്ടിരുന്നതിനേക്കാളൊക്കെ കളർ മാറിയിട്ടില്ലേ. നമ്മുടെ പൊടികളുടെയൊക്കെ കളറുകൾ ഏകദേശം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഇറച്ചിക്കും മീൻ കറിക്കും ഒക്കെ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഇത്തിരി കുറവായതുകൊണ്ട് ഞാനത് വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഏകദേശം നമ്മുടെ പൊടിയൊക്കെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കുറച്ച് വേണ്ടി വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീഫ് വീണ്ടും പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് അതിന് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ എടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ തിളച്ചിരിക്കുന്ന ബീഫിലേക്ക് ആ ആവി വരുമ്പോൾ ആവിക്കൊരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. എന്താ പറയുക, നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇറച്ചിയെടുത്ത് കഴിക്കാൻ തോന്നും ആ ഒരു ഇറച്ചിയുടെയൊക്കെ. ഇതിപ്പോൾ അത്യാവശ്യം ഇച്ചിരി നെയ്യൊക്കെ ഉള്ള ഇറച്ചി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി പച്ചക്കായൊക്കെ കൂടിയൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ, പച്ചക്കായോ കൂർക്കയോ ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഉറപ്പായിട്ട് ഇടും കേട്ടോ ഗൈസ്. കാരണം ആ പച്ചക്കായും കായും കൂടി ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊക്കെ പച്ചക്കായിൽ പിടിച്ചിട്ടേ ഇനി അത് അവിടെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ഏകദേശം മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി അതിന് നമ്മളവിടെ ഒന്ന് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് അങ്ങനെ വീണ്ടും വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് വെള്ളം പറ്റി കണ്ടോ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെന്തിട്ടില്ല നമ്മുടെ ബീഫ്. അത് കഴിഞ്ഞതേ വീണ്ടും അടച്ചു വയ്ക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം പരുവമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ടെക്സ്ചർ കളറൊക്കെ മാറിയിരിക്കുന്നത് നോക്കുക.
നമ്മുടെ ഗരം മസാലയുടെ സ്മെല്ലൊക്കെ. അപ്പോൾ ഗരം മസാല ഈ സമയത്ത് നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചിടും കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ഉണ്ടല്ലോ, കുരുമുളക് പൊടി, അത് ഈ സമയത്ത് അങ്ങോട്ട് ഇടും. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. കുറച്ച് മാങ്ങാക്കറിയൊക്കെ എടുത്ത്. അപ്പോൾ നമ്മുടെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറിയും ഈ ബീഫ് വരട്ടി ഇതും കൂടി കൂട്ടി കഴിക്കാനുണ്ടല്ലോ, നല്ല സൂപ്പറുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് അതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വേഗം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.